ഹലോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഒരു കപ്പ് മൈദയാണ് കേട്ടോ. 250 കപ്പിൽ ഒരു കപ്പ് മൈദയാണ്. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് ഒരു 2 പ്രാവശ്യം അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടോ. ഇതൊരു 4 മുട്ട അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് അതൊരു 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കളറ് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തുട്ടോ. ഇനി 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് അത് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച മൈദ മിക്സാണ് അതൊരു 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് അതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എനിക്ക് ഏകദേശം കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ എടുത്തു. നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മെയിൻ സംഭവം 1 ടേബിൾ സ്പൂൺ കോഫി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വെള്ളം എല്ലാം ഒരേ അളവിലെടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മളിത് വിപ്പിംഗ് ക്രീമിലേക്കാണ് ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പകുതി മാറ്റി വെച്ചു. ഞാൻ പകുതി മിക്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോഫി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കേക്ക് വെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതും കോഫി മിക്സ് തന്നെയാണ്. പാലിലേക്ക് കോഫി മിക്സും പഞ്ചസാരയും ചേർത്തിട്ടുണ്ടാക്കിയതാണ്. ഇനി ഓരോ ലെയറും ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ വീണ്ടും നമ്മൾ പുറത്തെടുത്തിട്ട് നന്നായിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ തേച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് എടുക്കുക. നല്ല ടേസ്റ്റുള്ള അടിപൊളി കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.